അമ്മേ, ഉണ്ണിയമ്മേ, കുമ്പടി വന്നു. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. നമ്മുടെ പോലീസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ കുറ്റം കഴിഞ്ഞ ശേഷം, കുറ്റം നടന്ന ശേഷം പ്രതികളെ അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായി ഏറ്റവും വേഗത്തിൽ കുറ്റപത്രം നൽകുക മാത്രമല്ലല്ലോ, കുറ്റകൃത്യം തടയുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൂടി പോലീസിനുണ്ടല്ലോ. 100% ഞാൻ യോജിക്കുന്നു. പോലീസ് നേതൃത്വം ഇന്ന് സമ്മതിക്കുന്ന, പോലീസ് നേതൃത്വത്തിന് ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഗുരുതരമായ വീഴ്ചയെ ആർക്ക് ന്യായീകരിക്കാനാകും? എന്താ ഉറക്കം വരുന്നു. ഇവിടെ പ്രകടമായി ആദ്യഘട്ടത്തിൽ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുള്ളതായി കാണാനാവുന്നില്ല. എന്തോ എങ്ങനെ? കാരണം കുറ്റപത്രം സമയത്ത് കൊടുത്തത് കൊണ്ടാണ് ഏതാണ്ട് 3 കൊല്ലക്കാലം 4 കൊല്ലക്കാലം അയാൾ ജയിലിൽ കിടന്നത്. ഭയങ്കരം തന്നെ. അവിടെ പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ച എന്ന് പറയുന്നത്, ഒരു കൊലപാതക കേസിലെ പ്രതി വന്ന് താമസിക്കുമ്പോൾ പോലീസ് അവിടെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു വന്നതെങ്കിലും ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതേ ജാഗ്രത 5 കൊല്ലം മുമ്പുണ്ടായ ജാഗ്രത തുടർന്നില്ല. SHO മാറി മാറി വരും. അപ്പോൾ കേസെടുത്ത കാലത്തെ SHO ആയിരിക്കത്തില്ല ഇപ്പോൾ ഉണ്ടാകുക. എന്നിട്ട് പുതിയ SHO അന്നത്തെ ഗൗരവങ്ങൾ വേണ്ടത്ര ഉൾക്കൊള്ളാതെ, ഈ പ്രതിയുടെ സ്വഭാവവിശേഷങ്ങൾ പ്രത്യേകം ഉൾക്കൊള്ളാതെ, ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തൊരു SHO ആണെങ്കിൽ അയാൾക്ക് ആ പ്രതിയുടെ സ്വഭാവങ്ങൾ അറിയാം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ആള് തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതോ അന്ധവിശ്വാസിയാണ്. അതിന്റെ ഭാഗമായിട്ട് അതറിയില്ലെങ്കിലാണ് നാട്ടുകാരും ഈ കൊല്ലപ്പെട്ട മനുഷ്യരും ചേർന്ന് അവിടെ ചെന്ന് പരാതി കൊടുത്തത്. ശ്രീ അനിൽകുമാർ, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതറിയില്ലെങ്കിലാണ്. SHOക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ഫയൽ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അറിയാം. അതൊന്നും വേണ്ട. ഈ പോലീസ്, ഈ നാട്ടുകാരും 11ാം വാർഡിലെ നിവാസികൾ എന്ന പേരിൽ ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ, എല്ലാവരും കൂടി നൽകിയ ഒരു പരാതിയും, ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ ഞാൻ കൊല്ലപ്പെടുമെന്ന് ഭയക്കുന്നു, ഞങ്ങൾക്ക് നേരെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് പോലീസിൽ കൊടുത്ത പരാതി അവഗണിച്ചതിനാണ് SHO ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതെ, അത് തന്നെയല്ലേ ഷാനി പറയുന്നിടത്താ ഞാൻ നിൽക്കുന്നത്. അല്ല, 5 വർഷം മുൻപ് ഉണ്ടായിരുന്ന, അന്ന് 5 വർഷമായി തുടർന്ന് പോന്നിരുന്ന ജാഗ്രതയിൽ ഇപ്പോൾ ഉണ്ടായ വീഴ്ച എന്നൊക്കെ പറഞ്ഞു വളഞ്ഞു കെട്ടി ആ കുട്ടികൾ ഇരിക്കുമ്പോൾ താങ്കൾക്ക് അത് പറയാൻ കഴിയില്ലായിരുന്നു ശ്രീ അനിൽകുമാർ. ആ സമയത്ത് ഞാനത് താങ്കളോട് ചോദിക്കുകയും ചെയ്തില്ല. കാരണം അവർ കേൾക്കെ താങ്കൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ താങ്കൾ സംസാരിക്കില്ല എന്ന് എനിക്കറിയാം. പറഞ്ഞിട്ടില്ല. എത്ര ഗുരുതരമായ പോലീസിന്റെ വീഴ്ച കൊണ്ടാണ് ഈ ക്രൂരകൃത്യം ഇപ്പോൾ ഉണ്ടായത് എന്ന് നേരിട്ട് പറയാൻ ഏത് രാഷ്ട്രീയമാണ് താങ്കൾക്ക് തടസ്സമാകുന്നത് ശ്രീ അനിൽകുമാർ? രാഷ്ട്രീയ നേതൃത്വം ഇത് പോലീസിൽ നിന്ന് ആവർത്തിക്കാൻ പാടില്ലാത്ത വീഴ്ചയാണ് എന്ന് ഒരു വട്ടം സമ്മതിച്ചാൽ അത് കേരളത്തിലെ പോലീസിന് നൽകുന്ന മെസ്സേജ് എന്തായിരിക്കും? എന്താണ് നിങ്ങൾക്ക് അതിനുള്ള തടസ്സം? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അല്ല, ഞങ്ങൾക്ക് എന്താ തടസ്സം? ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയമായി തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണോ? ആണ്. നിങ്ങളാണ് രാഷ്ട്രീയമായി പോലീസ് വകുപ്പ് ഭരിക്കുന്നത്. പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ? അതൊക്കെ രാഷ്ട്രീയം പറയേണ്ടത് രാഷ്ട്രീയം പറയും. ഇവിടെ നമ്മൾ വൈകാരികമായി നമ്മളാകെ വൈകാരികമായ കുട്ടികൾക്കൊപ്പം കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ കുട്ടികളുടെ വികാരത്തോടൊപ്പം ചേർന്നാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പ്രതിയെ പിടിക്കുന്നതിനാണ് ഇപ്പോഴത്തെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രതിയെ പിടിക്കുന്നതിനാണ്. പ്രതിയെ പിടിച്ചിട്ടില്ലല്ലോ, അത് അതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രശ്നമാണല്ലോ. ഇന്നിപ്പോൾ നെന്മാറ മല മുഴുവൻ തിരയുന്നു. തിരുപ്പൂരിലേക്ക് പോകുന്നു, തമിഴ്നാട്ടിൽ തിരയുന്നു, കർണാടകയിൽ തിരയുന്നു, കോഴിക്കോട് തിരയുന്നു. അന്ന് അവർ നൽകിയ പരാതി, ആവർത്തിച്ചുള്ള പരാതി, എവിടെ പോണു? വെള്ളം കുടിക്കണം. സാധാരണ കൊലയാളിയല്ല, അയാളുടെ പശ്ചാത്തലം എന്താണെന്ന് പോലീസിന് അറിയാം. അന്ന് ഞങ്ങൾ നൽകിയ പരാതിയിൽ ഒരു നടപടിയെങ്കിലും എടുത്തിരുന്നെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് പോലീസ് നടത്തിയിരുന്നെങ്കിൽ ഇന്നിത് വരുമായിരുന്നോ? എന്റെ അച്ഛനും മുത്തശ്ശിയും ബാക്കി ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ആ കുട്ടികൾ ചോദിക്കുന്നത് താങ്കൾ കേട്ടില്ലേ? ഇല്ല, ഇത് കേരളം കേൾക്കേണ്ടതല്ലേ? ഞാനല്ലോ കേൾക്കേണ്ടത്, കേരളമാണ് കേൾക്കേണ്ടത്. താങ്കളല്ല കേൾക്കേണ്ടത്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കേൾക്കണം. കേൾക്കുമോ? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കേൾക്കുന്നതുകൊണ്ടാണല്ലോ ഈ നയം. കേൾക്കാൻ നല്ല രസമുണ്ട്. തെറ്റായ ഒരു കാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വീഴ്ച വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ
സർവീസിൽ നിലനിൽക്കുന്നില്ല. അപ്പോൾ ചേന്നമംഗലത്തെ പോലീസ് വീഴ്ചയിൽ നടപടിയെടുത്തോ ശ്രീ അനിൽകുമാർ? വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ചേന്നമംഗലത്തും ഇതുപോലെ ഞങ്ങൾക്ക് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കുടുംബം 15 ദിവസം മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നല്ലോ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, പോലീസിനെ പലവട്ടം സമീപിച്ചിരുന്നല്ലോ. അവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ ആ ഭീഷണി അറിയാമായിരുന്നല്ലോ. എന്നിട്ട് അവിടെ നടപടി ഉണ്ടായോ? അത് ഉത്തരം പറ. അതെ, അവിടെയാണ് കൃത്യമായിട്ട് പറയുന്നത്. പോലീസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല. അതുകൊണ്ട് ഓരോ ദിവസവും പോലീസ് ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. SHO ചെയ്യുന്ന പ്രവർത്തനവും രാഷ്ട്രീയമായി മോണിറ്റർ ചെയ്യാനാവില്ല. പൊതുവായി പോലീസ് സേനയിൽ പെടുന്നവർ പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ച് സർക്കാരിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അത് മേലുദ്യോഗസ്ഥന്മാർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ മോണിറ്റർ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു SHO തെറ്റായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പരാതികൾ ഉയർന്നു വന്നാൽ മുകളിലുള്ളവർ കുറെ കൂടെ ജാഗ്രതയോടെ ഇടപെടേണ്ടതുണ്ട് എന്ന് അവരെയും സർക്കാർ ധരിപ്പിച്ചിട്ടുണ്ട്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇപ്പൊ എന്തായാലും അത്തരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മേളിലുള്ളയാള് ഈ കാര്യം അറിഞ്ഞതായി നമ്മുടെ മുമ്പിൽ ഇപ്പൊ വിവരമില്ല. അതെ, അറിയാത്ത എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ട്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. കൊല്ലപ്പെടുമെന്ന് ഭയന്നിരുന്ന മനുഷ്യർ 3 പേർ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. നാലാമത്തെ ആൾ മരിച്ചില്ല എന്നതിൽ വിഷമിച്ച് നടക്കുന്ന ഒരു പ്രതിയെയും കൊണ്ട് പോലീസ് ഇപ്പോൾ തെളിവെടുക്കാൻ നടക്കുന്നുണ്ട്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. ഇപ്പോൾ താങ്കൾ പറഞ്ഞാൽ ഇപ്പോൾ പോലീസ് ഈ പ്രതിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ്. രാത്രി മുഴുവൻ നാളെയും ഒക്കെ തെരച്ചിൽ നടത്തുമായിരിക്കും പിടികിട്ടുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോലീസിനെ ഇനി അഭിനന്ദിക്കാം. പോലീസിന്റെ അവഗണനയും പോലീസിന്റെ അലംഭാവവും എത്ര ക്രൂരമായിരുന്നു. അലംഭാവം കൃത്യവിലോപത്തിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല. എത്ര ക്രൂരമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ പുഷ്പയുടെ വാക്കുകൾ നമുക്കൊന്നുകൂടി കേൾക്കാം. അത് വേണം. നമുക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ 3 പ്രാവശ്യം പോയി കംപ്ലൈന്റ് കൊടുത്തത്. അയാൾ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. ഒരു പ്രാവശ്യം കൊടുത്തു. അപ്പൊ പിന്നെ അയാൾ ഒന്നും നിങ്ങളെ പ്രതികരിക്കുക, അയാളുടെ വീട്ടിലല്ല വന്നിരിക്കുന്നു പറഞ്ഞു. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. രണ്ടാമത് കൊണ്ട് കൊടുത്തപ്പോ അയാൾ കോർട്ടിൽ നിന്നാണ് അവർ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. പോലീസുകാർ എന്നെ മിരട്ടി. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ പിന്നെ മൂന്നാമതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒപ്പൊക്കെ വാങ്ങിയിട്ട് ഞാൻ മറ്റേ മനുവിനെ കണ്ട് ഞാനും മനുവും കൂടി കൊണ്ടുപോയിട്ട് അത് അവിടുത്തെ ചേച്ചിയും കൂടിയിട്ട് അപേക്ഷ കൊണ്ട് കൊടുത്തത്. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. എന്നിട്ട് പഞ്ചായത്തിലൊന്ന് കൊടുക്കാൻ പറഞ്ഞു, അവിടെയൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇയാൾ അറിഞ്ഞു. അവള് എന്നെ വെറുതെ പരാതിയും കൊണ്ട് അവളുടെ അടുത്ത് പോണ്ടാ പറഞ്ഞു. പരാതിയും കൊണ്ട് പോയാൽ ശരിയായില്ല, വിവരം പറയുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ നാടിന്റെ ഈ അവസ്ഥയിൽ അധികാരമോഹവും പണക്കൊതിയും തരിയുടച്ച് ഷണ്ടന്മാരാക്കിയ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ അവരുടെ യുവജന സംഘടനകളിൽ നിന്നോ ഭരണവർഗത്തിൽ നിന്നോ ജനങ്ങൾക്ക് ഗുണം കിട്ടില്ല. കേട്ടല്ലോ ശ്രീ അനിൽകുമാർ. സാധാരണ കേസുകളിൽ ഉണ്ടാകുന്ന നടപടിക്രമം വിശദീകരിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു അവിടെ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കേരളത്തിലെ പോലീസ് വളരെ മാതൃകാപരമായി രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ നിലയ്ക്ക് കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് പോലീസിന്റെ മാത്രം നേട്ടം. വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഏതെങ്കിലും പോലീസുകാരൻ വഴിപിഴച്ച രീതിയിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അത് പിണറായി വിജയന്റെ പെടലിക്ക്. പോലീസിന്റെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ എടുത്തോട്ടെ ശ്രീ അനിൽകുമാർ. എല്ലാം നേട്ടങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തോളൂ. ഇതുപോലെ പെരുമാറുന്നതിന് ഇപ്പോൾ ആ സ്ത്രീ സംസാരിച്ച താങ്കൾ കേട്ടല്ലോ. ആ കുട്ടികൾ നേരത്തെ പറഞ്ഞു താങ്കൾ കേട്ടു. അപ്പോൾ ഒരു പോലീസുകാരന്റെ വീഴ്ച എന്ന് താങ്കൾ പറഞ്ഞു. ഈ സ്ത്രീ സംസാരിച്ചത് കേട്ടല്ലോ. അവരുടെ അയൽക്കാരിയാണ്. 3 തവണ അവർ പോലീസിന്റെ അടുത്ത് പോയി. അവരുടെ ഭീഷണി പറഞ്ഞു. അതറിഞ്ഞിട്ട് പ്രതി ഇവരെ വീണ്ടും ഭീഷണിപ്പെടുത്തി. ജാമ്യത്തിലുള്ള കൊലക്കേസ് പ്രതിയാണെന്ന് ആലോചിക്കണം. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ജാമ്യം റദ്ദാക്കാൻ ഒരൊറ്റ കാരണം മതി. സാക്ഷിയെ ഭീഷണിപ്പെടുത്തി. പലതവണ വീണ്ടും കൊല്ലുമെന്ന് പറഞ്ഞു. അനങ്ങിയില്ല പോലീസ്. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. അതെ, അതിന്റെ ക്രെഡിറ്റും പിണറായി വിജയൻ തന്നെ എടുത്തോട്ടെ, ആർക്കും വേണ്ട. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. അല്ല, അതിനാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു പ്രത്യേകതയുള്ളത്. ആ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും ഒരു SHO അപ്രകാരം നിയമപരമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അദ്ദേഹത്തിന്റെ മേലെയുള്ള ആളുകൾക്ക് പരാതി നൽകാനും ബന്ധപ്പെട്ടവരെ അറിയിക്കാനും അവകാശങ്ങളുള്ളൊരു നാട് തന്നെയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആകെ ഉത്തരവാദിത്വം കേരള പോലീസിനാണെന്നും നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്.
ആ നിലയിൽ പോലീസ് മാത്രം കൈകാര്യം ചെയ്തൊരു കാര്യമാണ് എന്നൊരു ചിത്രീകരണം അസംബന്ധമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നു. അസംബന്ധം പറയരുത് എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. കാരണം താങ്കൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീ അനിൽകുമാർ. ഒന്നാലോചിച്ച് നോക്കൂ, താങ്കൾ കൂടി ഭാഗമായ, താങ്കൾ പിന്തുണയ്ക്കുന്ന, താങ്കളുടെ പാർട്ടി നയിക്കുന്ന സർക്കാർ ഇപ്പോൾ പോലീസിന്റെ വീഴ്ച അംഗീകരിച്ചു കഴിഞ്ഞു. പോലീസിലുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്, അംഗീകരിക്കാനാകാത്ത വീഴ്ചയാണെന്ന് സർക്കാർ സമ്മതിച്ചു കഴിഞ്ഞു. താങ്കൾ ഇപ്പോഴും പോലീസിനെ മാത്രം കുറ്റം പറയുന്നതിൽ വേദനിക്കുകയാണ്. ഇതിൽ പോലീസിനെ അല്ലാതെ മറ്റാരെയാണ് കുറ്റം പറയേണ്ടത്? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.